ഏതായാലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ഉണ്ടായത്. ഈ ഹർജിക്കാരുടെ ആവശ്യമെന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം തടയണം എന്നതായിരുന്നു. അതിൽ രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഹർജിക്കാർ പോയത്. ഹർജിക്കാരുടെയൊക്കെ ഒരു പശ്ചാത്തലമൊക്കെ വേറെ പലതരത്തിൽ നമ്മുടെ മുൻപിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിയതാണ്. പക്ഷേ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അതിൽ അത്തരത്തിലൊരു ആശങ്കയുടെ ആവശ്യമില്ല. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യേണ്ട ആവശ്യകത നിലവിലില്ല. ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല മനു, അതിൽ സുപ്രീം കോടതി പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് സുപ്രീം കോടതി പറയുന്നുണ്ട് ഈ സംഗമത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തെ ഒരിക്കലും ഹനിക്കരുത് അല്ലെങ്കിൽ അതിനെതിരായി നിൽക്കരുത് എന്നൊരു കാര്യം കൂടി സുപ്രീം കോടതി അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സർക്കാർ വളരെ കൃത്യമായി വ്യക്തമാക്കിയതാണ്, ഇത് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സ്വാഭാവികമായും ദേവസ്വം ബോർഡിന് സർക്കാർ പിന്തുണ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിപാടിക്കും സർക്കാർ പിന്തുണ നൽകും. ഇവിടെ ഏറ്റവും പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ശബരിമലയുടെ വലിയ വികസനങ്ങൾ, ശബരിമലയുടെ സാധ്യതകൾ അനന്തമാണ്, അത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുക എന്നത് മാത്രമാണ്. അവിടെ ഒരു സുവർണാവസരം പ്രതീക്ഷിച്ചതായിരുന്നു നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷം, BJP ഒക്കെ. പക്ഷേ ആ സുവർണാവസരങ്ങൾ എവിടെ തൊട്ടാണ് പൊട്ടിപ്പോയെന്നറിയാമോ? ആദ്യം നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട സമുദായ സംഘടനകൾ, കാരണം SNDPയും NSSും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണയുമായി രംഗത്ത് വന്ന ആ സമയം മുതലാണ് ഇവരുടെ സുവർണാവസര മോഹങ്ങൾ ഉടഞ്ഞു പോയത്. ഏതായാലും നിലവിൽ ആ രണ്ട് സമുദായ സംഘടനയെ വെല്ലുവിളിക്കാനുള്ള ഒരു ആംബിയർ ഒന്നും പ്രതിപക്ഷത്തിനില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. അവിടെ തൊട്ട് ഇവർ പൊളിഞ്ഞു തുടങ്ങി. അതിനുശേഷം പല വഴിക്ക് കോടതികളിലേക്ക് ഈ വിഷയം എത്തുന്നു. കോടതികൾ സർക്കാരിന് ആദ്യം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, സർക്കാർ കൃത്യമായി അതിൽ മറുപടി നൽകുന്നു. ആ നിമിഷം മുതൽ കോടതികൾ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ശബരിമലയുടെ സാധ്യതകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് സുപ്രീം കോടതിയും അനുമതി നൽകിയിരിക്കുന്നു. നമുക്ക് നോക്കാം ആ റിപ്പോർട്ടിലേക്ക് അല്ലേ. ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ദേവസ്വം ബോർഡിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന ഹർജിക്കാരുടെ വാദവും സുപ്രീം കോടതി തള്ളി. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് S ചന്ദുർക്കർ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. അയ്യപ്പ സംഗമം വനനിയമങ്ങളുടെ ലംഘനമാകുമെന്നും പമ്പ നദിയിൽ മലിനീകരണത്തിന് കാരണമാകുമെന്നും ഹർജിക്കാർ വാദിച്ചു. ഒരു ദിവസത്തെ സംഗമം എന്തിനു തടയണമെന്ന് സുപ്രീം കോടതി ചോദിച്ചു. സംഗമം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റണമെന്ന വാദവും ഹൈക്കോടതി തള്ളിയതോടെ ഹർജിക്കാർക്ക് തിരിച്ചടി എന്ന് പറയാം. പക്ഷേ കോടതി കണ്ടീഷൻസ് എല്ലാം വെച്ചിട്ടാണ് ഒരു ഹൈക്കോടതിയുടെ ഓർഡറാണ് വന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ആ ഹൈക്കോടതിയുടെ ഓർഡറിനെ സുപ്രീം കോടതി മാനിച്ചു എന്ന് വേണം കാണാൻ. ഹർജികൾ തള്ളിയ സുപ്രീം കോടതി ഹൈക്കോടതി വ്യവസ്ഥകൾ പാലിക്കണമെന്നും നിർദ്ദേശം നൽകി. കൈരളി ന്യൂസ്, ദില്ലി.